ശരണമയ്യപ്പ. അപ്പോൾ ഞങ്ങളുടെ 7ാം ദിവസമാണെന്ന്. ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഹോൾട്ട് എവിടെയായിരുന്നു ഉദ്ദേശിച്ചത്? ചെറുക്കട മഹാദേവ ക്ഷേത്രം. പക്ഷെ നമ്മൾ എരുമേലിക്ക് എളുപ്പം പുതിയകാവിൽ ഹോൾട്ട് അടിച്ച് ഇവിടുന്ന് ടൗണിൽ നിന്ന് ഒരു ഫ്രണ്ടിൽ നിന്ന് റൈറ്റ് എടുക്കാനാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നൈറ്റ് പുതിയകാവിലാണ് സ്റ്റേ ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, നല്ല സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ എരുമേലിക്ക് പുറപ്പെട്ടു. ഞങ്ങളുടെ അവസാനത്തെ ഹോൾട്ട്. പിന്നെ ഞങ്ങൾ കാനനപാതയിലൂടെ അയ്യനെ കാണാൻ ശബരിമലയ്ക്ക് എത്തും. സ്വാമി ശരണയ്യപ്പ. വിഷ്ണുസ്വാമി കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക്. സ്വാമി സ്വാമി ശരണം. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ ഞങ്ങൾ എരുമേലി ഇനി ഒരു 3.5 കിലോമീറ്ററിലെത്തും. അപ്പോൾ എരുമേലിയിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് 1:30-2 മണിക്ക് ഇറങ്ങാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ. എന്നിട്ട് രാത്രി കാളകെട്ടി സ്റ്റേ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വിഷ്ണുസ്വാമി ഞാൻ സുഖമായിരിക്കണോ? എല്ലാ സ്വാമിമാരും എല്ലാവരും സുഖമായിരിക്കുന്നു കരുതണോ? സ്വാമി ശരണമയ്യപ്പ. ബാക്കി എരുമേലി എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ. അപ്പം ഞങ്ങൾ എരുമേലിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വിഷ്ണുസ്വാമി മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 9 മണിക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കണോ? നമ്മുടെ അച്ചുട്ടി ഒരു സ്വാമി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് എരുമേലിയിൽ നിന്ന് വനം വഴി പോവാൻ. അപ്പോൾ ആ സ്വാമീനെ കണ്ടിട്ട് ബാക്കി വീട്ടിൽ ചെയ്യുന്നതാണ്. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ ഞങ്ങൾ എരുമേലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് കുളിച്ചിട്ട് ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തിയതിന് ശേഷം ഒന്ന് വിശ്രമിച്ചിട്ട് ഞങ്ങളൊരു 1:30-2 മണിയോടുകൂടെ ഇവിടുന്ന് കാനനപാതയിലേക്ക് നടക്കാൻ തുടങ്ങും. പിന്നെ അവിടുന്ന് കാളകെട്ടിയാണ് ഇന്നത്തെ ഹോൾട്ട്. സ്വാമി ശരണമയ്യപ്പ.